ഏഹ്, അപ്പൊ എന്നത്തെ പോലെ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് പുതുമക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പ്രത്യേക സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ബിഹേവിയറൽ പ്രോബ്ലം, ഈ മദ്യാസക്ത രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ എന്നാണ് എല്ലാ സ്റ്റാൻഡേർഡ് പുസ്തകങ്ങളും പറയുന്നത്. ഇപ്പം ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു വേർതിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ തന്നെ ഒരു മദ്യാസക്ത രോഗം എന്താണെന്നറിയാതെ ഒരാൾ അതിൽ കൂടി സഞ്ചരിക്കും. ഞാൻ കുറച്ച് മദ്യം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഞാൻ കഴിക്കുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാലങ്ങ് പോവും, ഒരു പ്രശ്നമല്ല. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ സമീപിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇത് ബഹുഭൂരിഭാഗം ആൾക്കാർ, എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും മദ്യം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആദ്യത്തെ ചിന്താഗതി എന്താ പറഞ്ഞാൽ, ഇത് വല്ലപ്പോഴും ഉപയോഗിക്കാം, ഓക്കെ, ഐ ആം കേപ്പബിൾ, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ഭയങ്കര കഴിവുണ്ട്, അതുകൊണ്ട് എനിക്കിതിൻ്റെ മുകളിൽ കൺട്രോളുണ്ട്, എന്നെ ആരും ഇതൊന്നും മനസ്സിലാക്കി തരുവോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം എനിക്കറിയാം. ഈ ഒരു ധാരണയോടുകൂടിയാണ് ഭൂരിഭാഗം ആൾക്കാർ ഇത് സമീപിക്കുന്നത്, മദ്യവും മറ്റു ലഹരി വസ്തുക്കളെ. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഡോക്ടർ ജെലിനിക്കാണ് അതിൻ്റെ ശരിക്കുള്ള സ്വഭാവ രീതി ആദ്യമായിട്ട് വിശദീകരിച്ചത്. ശരിക്ക് അത് വല്ലപ്പോഴും എന്നുള്ളതിൽ നിൽക്കില്ല. അദ്ദേഹം അത് പറഞ്ഞത് നല്ല രീതിയിലാണ്. അദ്ദേഹം എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ, മദ്യപാനികളുടെ സ്വഭാവം, മദ്യം കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ട് അവർ ഏതെല്ലാം രീതിയിലുള്ള സ്വഭാവത്തിൽ കൂടി മുന്നോട്ട് പോയി എന്നുള്ള എത്രയോ വർഷങ്ങൾ അദ്ദേഹം മാത്രമല്ല നിരീക്ഷിച്ച, അദ്ദേഹത്തിൻ്റെ അവരുടെ കുടുംബക്കാർ, അവരുടെ സുഹൃത്തുക്കൾ, ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് ഈ സ്വഭാവങ്ങളൊക്കെ എഴുതി വെച്ച് അദ്ദേഹം ഈ ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കി. ഇവരുടെ ബിഹേവിയർ, മദ്യാസക്ത രോഗികളുടെ ഒരു ബിഹേവിയർ. മദ്യാസക്ത രോഗം മാത്രമല്ല, ഇന്നത്തെ കാലത്ത് മദ്യം എന്നുള്ള സ്ഥാനത്ത് വേറെ ഏത് ലഹരി വസ്തുവും അവിടെ നിർത്താം. എല്ലാം ഇത് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത് ആർ ഓൾ ബ്രെയിൻ ഡിസീസസ്. എല്ലാത്തിനും ഒരേ രീതിയിലുള്ള തുടക്കം, ഒരേ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഒക്കെയാണ്. ഇത് പ്രോഗ്രസീവാണ്, മുന്നോട്ട് പോകുന്നത്. ഏത് ഡ്രഗ് കഴിച്ചാലും ഞാൻ പറയാം, ഇപ്പോൾ ഒരാൾ ഒരു മയക്കുമരുന്നോ എന്തെങ്കിലും മദ്യമോ ഏതെങ്കിലും കഴിക്കുന്നത് 4 തരത്തിലാണ്. ഒന്ന് ഇൻടോക്സിക്കേറ്റഡ് യൂസ്. ഇൻടോക്സിക്കേറ്റഡ് യൂസ് എന്ന് പറഞ്ഞാൽ മാക്സിമം അത് അയാളുടെ ബോധത്തിന് മാറ്റം വരുന്നവരെയോ മയങ്ങി വീഴുന്നവരെയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക, അതാണ് ഇൻടോക്സിക്കേഷൻ. അത് ആൽക്കഹോൾ മാത്രമല്ല, ഏത് സാധനം അയാൾ ഉപയോഗിക്കുന്നോ അതെല്ലാം അയാൾക്ക് മറവി വരുന്നവർ, ബോധം പോകുന്നവരെ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗ രീതിയാണ് ഇൻടോക്സിക്കേറ്റഡ്. അത് കഞ്ചാവാണെങ്കിലും കൊക്കൈനാണെങ്കിലും നിക്കോട്ടിൻ ആണെങ്കിലും നിക്കോട്ടിൻ ആണെങ്കിൽ ഭയങ്കര സ്റ്റിമുലേഷനാണ്, ഭയങ്കര ഉത്തേജനം വരുന്നവർ, വിറയ്ക്കുന്നവർ, ആ രീതിയിലങ്ങ് പോകും. അപ്പോൾ അതാണ് ഒരു ഇൻടോക്സിക്കേറ്റഡ്. ഈ പോയിസൺ ഉണ്ടായിട്ട് ശരീരത്തിനെ ബാധിക്കുന്ന പോലെ ഉപയോഗിക്കുന്നതിനാണ് ഇൻടോക്സിക്കേറ്റഡ് എന്ന് പറയുന്നത്. ആ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ടോക്സിൻ ശരീരത്തെ ബാധിച്ച് ആൾക്ക് മയക്കം, ബോധക്കേട് ഒക്കെ വരുന്നവർ ഉപയോഗിക്കുന്ന, അത്ര അളവിൽ ഉപയോഗിക്കുന്നതിനാണ് ഇൻടോക്സിക്കേറ്റഡ് യൂസ് എന്ന് പറയുന്നത്. അത് ഒരു സാധനം മാത്രമല്ല, ഏത് സാധനവും, ആ സാധനം ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് അപ്പോൾ ഇൻടോക്സിക്കേറ്റഡ് യൂസ് ഒന്ന്. ചില ആൾക്കാർ ഇൻടോക്സിക്കേറ്റഡ് യൂസ് ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ ബിഞ്ച് യൂസ് എന്ന് പറയും. അതും ചിലപ്പോൾ അടുത്തടുത്ത് 3-4 ദിവസം ഇതുപോലെ തന്നെ വളരെയധികം ഡോസ് കൂട്ടി ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ ജോലിക്കൊക്കെ പോവുക, അങ്ങനെ പോവുക. പിന്നെ ഹാംഫുൾ യൂസ്, അത് ഡെയിലി കുറേശ്ശെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേശ്ശെ ഉപയോഗിക്കുക. അത് അയാൾക്കും
അയാൾ പേഴ്സണലായിട്ട് അയാൾ ഇടപെടുന്ന ആൾക്കാരിലും ഇൻ്റർപേഴ്സണലായിട്ടുള്ള സംഗതികൾ കുഴപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സോഷ്യലായിട്ട് തന്നെ ഒത്തിരി ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നതിനാണ് ഹാംഫുൾ യൂസ് എന്ന് പറയുന്നത്. ഉപയോഗം ഉപദ്രവമാവുന്നു അയാൾക്കും കൂടെ ഇടപെടുന്നവർക്കും. അതാണ് ഹാംഫുൾ യൂസ്. നാലാമത്തെ, കുറച്ചൊക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേക അളവ് വരെ എത്തണം. ഇപ്പോൾ ഒരു 5 പെഗ് മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ 5 പെഗ്ഗെങ്കിലും ഡെയിലി കഴിച്ചില്ലെങ്കിൽ അയാൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിച്ചില്ലെങ്കിലും പണികളൊന്നും നടക്കില്ല, പ്രവൃത്തിയൊന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല, വിഡ്രോവൽ വരും, ഉറക്കം ശരിയാവില്ല, ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. അപ്പോൾ എല്ലാം ഒന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ശരിയാക്കാൻ വേണ്ടിയാണ് അയാളുടെ ആവശ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 4 രീതിയിലാണ് ഈ ലഹരി വസ്തുക്കളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാത്തിനും ബാധിക്കുന്ന സ്വഭാവ രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. വല്ലപ്പോഴും, മിക്കപ്പോഴും, പിന്നെ കൂടെ അളവ് കൂട്ടി, അങ്ങനെയാണ് അത് മുന്നേറുന്നത്. അങ്ങനെ മുന്നോട്ട് അളവ് കൂട്ടി പോയി പിന്നെ ബ്ലാക്ക് ഔട്ട് വരുന്ന. അപ്പോൾ ഈ സമയത്ത് ബ്ലാക്ക് ഔട്ട് വന്നെന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ അത് വളരെ സീരിയസ് ആയിട്ട് ബാധിച്ചു. സോ ഓൾ ദീസ് ആർ ബ്രെയിൻ ഡിസീസ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രോഗ്രസീവായിട്ടുള്ള ബ്രെയിൻ ഡിസീസാണ് ഇതെല്ലാം തന്നെ. ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഗ്രൂപ്പ് തെറാപ്പി കൊണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു തിരിച്ചറിവ്, ഇപ്പം ഞാനീ പറഞ്ഞ ഈ രീതിയിലുള്ളൊരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് നമ്മുടെ ബ്രെയിനിൽ എസ്റ്റാബ്ലിഷ് ചെയ്താലേ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം വരുള്ളൂ. അങ്ങനത്തെ ഒരു ആഗ്രഹം വരാത്ത സമയത്തോടത്തോളം കാലം ഒരാൾക്ക് രക്ഷപ്പെടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? അവർക്ക് അബ്സ്റ്റിനൻസ്. അതാണ് ട്രീറ്റ്മെൻറ്റ്. ചോയ്സ് അതാണ്, സയൻറ്റിഫിക് അതാണ്, സയൻസ് അതാണ്. അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിർത്തിവെക്കൽ എന്നർത്ഥം. ഏത് ലഹരി സാധനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ടോട്ടലായിട്ട് നിർത്തിവെച്ചു. അബ്സ്റ്റിനൻസ് ഒരു ട്രീറ്റ്മെൻറ്റാണ്, സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റാണ്. പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ തന്നെ നമ്പർ 1 പ്രോഗ്രാമാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് തെറാപ്പി. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പ് തെറാപ്പി ഇപ്പോൾ 89 വർഷമായിട്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിത്തറ എന്താണെന്നറിയാമോ? ഞാനിപ്പോൾ പല ആൾക്കാരെ വിശ്വസിക്കോ ഇല്ലയെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും ഞാൻ പറയാം, ഇതിൻ്റെ അടിത്തറ നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതും ആളുകൾ നല്ലൊരു ശതമാനം മെച്ചപ്പെടുന്നതും ഒരു ജീവിതം തിരിച്ചു കിട്ടുന്നതും ഒരു നേരത്തെയുള്ള മരണം പ്രിവെൻറ്റ് ചെയ്ത് അത് തടയപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടെയുള്ളവർക്കും മാനസികമായിട്ട് സന്തോഷമുണ്ടായി, അയാളെപ്പറ്റിയുള്ള ഉത്കണ്ഠയൊക്കെ മാറി, അങ്ങനെ ഒരു കുടുംബം മുഴുവൻ സന്തോഷത്തോട് ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിൻ്റെ അടിത്തറ മനസ്സിലാക്കാൻ ഈ പ്രോഗ്രാമിൽ പുതുമുക്കാർ വന്നിട്ട് ഇങ്ങനെ വെറുതെ കറങ്ങി വീണ്ടും റിലാപ്സായി പോകുന്നതിൽ ഒരു കാര്യമില്ല. ഇതിൻ്റെ അടിത്തറ അബ്സ്റ്റിനൻസ്, നിർത്തിവെക്കലാണ്. നിർത്തിവെക്കൽ എന്താണ്? ഓരോ 24 മണിക്കൂറും. അതാണ് എയുടെ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ്. അത് അവരുടെ അനുഭവത്തിൽ നിന്നാണ് ആ സയൻസ് പഠിച്ചത്. അവരത് അനുഭവിച്ച് അറിഞ്ഞ സംഗതിയാണ്. അവരങ്ങനെ നിർത്തിവെച്ചപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, അവർക്കൊരു സോബറിറ്റി, അവർക്കൊരു സമാധാനം കിട്ടി, അവർക്ക് നല്ലൊരു മനസ്സ് കിട്ടി, നല്ലൊരു ബിഹേവിയർ തിരിച്ചു കിട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ അടിത്തറ. അപ്പോൾ ഈ 24 അവർ പ്രോഗ്രാം, അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ഈ പഴമക്കാരായിട്ടുള്ള ആൾക്കാർ അതൊക്കെ പറയുമ്പോൾ അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ട് എനിക്കും അതുപോലെ രക്ഷപ്പെടണം എന്നുള്ള ഒരു പ്രചോദനം, ഒരു മോട്ടിവേഷൻ
അതാണ് നമ്മുടെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? എ ഈ പ്രചോദനം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് ഈ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാഹോദര്യം, ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം, അവനവൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറ്റൊരാൾ അറിയിക്കാനുള്ള ഒരു ഒരവസ്ഥ. ഇതൊക്കെയാണ് ഒരാളെ ഇങ്ങനെയുള്ള മാരകമായ രോഗത്തിൽ അടിപ്പെട്ട ഒരാൾക്ക് വേണ്ടതും അത് കിട്ടുന്നതായിട്ടുള്ള ഒരു സ്ഥലം ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗ്രൂപ്പ് വളരെ നല്ല രീതിയിലുള്ളൊരു ഗ്രൂപ്പായിരുന്നാൽ മാത്രമേ വരുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവിടെ ഈ പറഞ്ഞ മൂന്നും അവൈലബിൾ ആയിരിക്കും, ഈസിലി അവൈലബിൾ ആയിരിക്കണം. എന്തൊക്കെയാണ്? ഇന്ന് അത്യാസക്ത രോഗത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല അറിവുകൾ എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ്, അനുഭവങ്ങൾ, ശക്തിയും പ്രതീക്ഷയിൽ നിന്നാണ് കിട്ടുന്നത്. അതെങ്ങനെ കൊടുക്കുന്നു അതനുസരിച്ചാണ് അറിവ് സ്വീകരിക്കപ്പെടുന്നത്. അത് ഒന്ന്. ഈ അറിവ് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട അറിവാണ്. കാരണം അത് ഒരാളുടെ ജീവനും ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അയാളുടെ മാത്രമല്ല, അയാളുടെ കൂടെ ജീവിക്കുന്നവരുടെയും അയാളുടെ സുഹൃത്തുക്കളുടെയും അയാളുടെ ജോലിയുടെയും അയാളുടെ ഈ ഈ ലോകവുമായിട്ടുള്ള അയാളുടെ ബന്ധവും ഈ ജീവനും ജീവിതവും അയാളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അയാളുടെ മാനസികാവസ്ഥയും സ്വഭാവവും അതിനെ മാറ്റിമറിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ആ ഒരു ഗൗരവം അയാൾ ഇതിന് കൊടുക്കണം. ഗൗരവം കൊടുക്കാത്ത ആരും രക്ഷപ്പെട്ടിട്ടില്ല, ആരും. അത് വെറുതെ ഒരു കളിപ്പിക്കലാണ്, അവനവനെ കളിപ്പിക്കലും കൂടെ ഉള്ളവരെ കളിപ്പിക്കലും. അപ്പോൾ ഇത് ഭയങ്കര പ്രാക്ടീസ് ചെയ്ത് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. തുടക്കത്തിലേ ഞാൻ പറയുന്നത് ഇതിൻ്റെ യുക്തി, എന്തിന് ഞാനിതിൽ നിൽക്കണം, ഈ പ്രോഗ്രാമിൽ ഞാൻ എന്തിനിതിൽ എൻ്റെ സമയം കളഞ്ഞ് ഇതിൽ നിൽക്കണം, അത് മനസ്സിലാക്കാനുള്ളൊരു യുക്തി, ഒരു ബുദ്ധിശക്തി, ഒരു തിരിച്ചറിവ് കിട്ടിയ ആൾക്ക് മുന്നോട്ട് പോക്ക് വളരെ എളുപ്പമായിരിക്കും, വളരെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ അത് തന്നെയല്ല, ചില ആൾക്കാർ ഒന്നിൽ കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അവർക്കും ഇത് ഭയങ്കര അനുഗ്രഹമാണ്. മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ പോലും ഈ യുക്തി തന്നെയാണ് അവിടെ എല്ലായിടത്തും. ഞാനിപ്പോൾ പറഞ്ഞ ആ യുക്തി തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഏഴ് കടമെടുത്താണ് മറ്റ് ഗ്രൂപ്പ് തെറാപ്പികളെല്ലാം ഏഴിൽ നിന്ന് കടമെടുത്തിട്ടുള്ള സംഗതികളാണ്. ഇത് പിന്നെ വേറെ കാര്യം, എല്ലാ രാജ്യങ്ങളിലും ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ഒരു അറിവാണ്, ഒരു പ്രോഗ്രാമാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നത് ചില ആൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഒരു കവി റോബർട്ട് ഫ്രോസ്റ്റ് ആണോ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല, ഒരു വലിയ കവി പറഞ്ഞു, അദ്ദേഹം നമ്മൾ ബൈബിളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അത് നല്ലൊരു കവിതയാണ്. അറിവ് ലോകത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ സ്ഥലത്തും അറിവ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാരി വിതറുന്നുണ്ട്. വിത്തൊക്കെ കണ്ടമാനം വാരി വിതറുന്ന പോലെ അറിവ് മുളച്ച് പൊന്തി വരാനായിട്ട് അറിവ് ഇങ്ങനെ ഇഷ്ടം പോലെ ഈ ലോകത്തെ എല്ലാ സ്ഥലത്തും അറിവുണ്ട്. പക്ഷേ ഈ വിത്ത് വിതയ്ക്കുന്ന പോലെ ചിലതൊക്കെ പാറപ്പുറത്തും വെയിൽ കൊണ്ട് കരിഞ്ഞു പോയി, അത് മുളയ്ക്കാൻ പറ്റിയില്ല, മഴയില്ല, അതികഠിനമായിട്ടുള്ള കാലാവസ്ഥ. ചിലതൊക്കെ ഒലിച്ചു പോയി, ചിലതൊക്കെ പക്ഷി തിന്നുകൊണ്ട് പോയി. അറിവാണ് ഭയങ്കര. ആ അറിവ് മുളച്ച് വലുതായിട്ട് വേണമായിരുന്നു അവിടെ സമ്പുഷ്ടമാക്കാനായിട്ട്, ഐശ്വര്യം ഉണ്ടാകാനായിട്ട്. പക്ഷെ ഒന്നും ഫലിച്ചില്ല. അതൊക്കെ പറഞ്ഞില്ലേ, പാറപ്പുറത്ത് വിതച്ച വിത്ത് പോലെ, മഴയത്തൊലിച്ചു പോയ ഇതുപോലെ, പക്ഷികൾ തിന്നുപോയ പോലെ, അങ്ങനെയൊക്കെ പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ അറിവ് സ്വീകരിക്കാനായിട്ട് ഈ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർ, അപ്പോൾ ആ അറിവ് ഒരു ബലഭൂഷ്ടമായിട്ടുള്ളൊരു മണ്ണിലേക്ക്
എന്താണ് ഈ ബലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ്? ഈ ബലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണെന്ന് പറഞ്ഞാൽ മനസ്സ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തിരിച്ചറിവ്, നമുക്ക് കേൾക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, ക്ഷമ, വിനയം, നമ്മുടെ അഹന്തയില്ലായ്മ, ഇതൊക്കെ അത് ആ കഴിവിൽ പെടുന്ന ഈ ഫെർട്ടൈൽ, ഈ വളവും അനുകൂല സാഹചര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു മണ്ണിൽ വിത്ത് വീണ് കഴിഞ്ഞാൽ അത് മുളച്ച് അതിന് ബലം ഉണ്ടാവും. ഭയങ്കര റിസൾട്ടാണ്. ഇതിൻ്റെ വിത്ത് വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ, എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കിട്ടുന്നത്, ഒന്ന് അയാൾക്ക് ജീവൻ കിട്ടുന്നു. ഒരാളുടെ ജീവൻ തിരിച്ചു കിട്ടുന്ന വലിയ സംഭവമല്ലേ. ജീവിതം കിട്ടുന്നു. അയാൾക്ക് ലോകത്തെ തിരിച്ചു കിട്ടുന്നു. ഈ ലോകം, അല്ലെങ്കിൽ ഈ ലോകത്തെ അറിയാതെ അയാൾ മരിച്ചു പോകും. ലോകം എന്താണെന്നും ലോകത്തിൻ്റെ സ്വഭാവം എന്താണെന്നും അവിടെ എങ്ങനെ ഇടപെടണമെന്നും ഒന്നും അറിയാതെ അയാൾ നേരത്തെ തന്നെ ആയുസ് തയ്ക്കാതെ മരിച്ചു പോകും. ആ മരണം വെറുതെ അല്ല. ഒത്തിരി ആളുകളെ അവനവനെ ഉപദ്രവിച്ച് ഒത്തിരി ആളുകളെ, ചില ആളുകളെ കൊന്നിട്ടാണ് അയാൾ മരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള സുഹൃത്തുക്കൾ ഇതൊക്കെ അറിഞ്ഞോ? കേരളത്തിലെ കാര്യം അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതായി ഈ അടുത്ത ദിവസം തന്നെ മദ്യാസക്തൻ തൊട്ടയൽവക്കത്തുള്ള 4 പേരെ വെട്ടി, അതിൽ 3 പേര് മരിച്ച്, ഒരാൾ മരണാസന്നനായിട്ട് അവിടെ കിടപ്പുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അയാൾ ലഹരിക്ക് അടിമയാണ്. അപ്പോൾ അയാളുടെ അയൽവക്കക്കാരെ പറ്റി യാതൊരു ധാരണയില്ല, അയാൾക്ക് മനുഷ്യത്വം ഇല്ല. നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ് വഴക്കുണ്ടായത്. അപ്പോൾ ഈ നിസ്സാര കാര്യത്തിന് ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അയാളുടെ തിരിച്ചറിവ്, അയാളുടെ സ്നേഹിക്കാനുള്ള കഴിവ്, തിരിച്ചറിയാനുള്ള കഴിവ്, ലോകത്തെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ പോയില്ലേ, എല്ലാം പോയി. അപ്പോൾ ചെറുപ്പക്കാരൻ എന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ വിരുദ്ധ സ്വഭാവം, ഒരു ക്രിമിനാലിറ്റി, ഒരു മനുഷ്യത്വമില്ലായ്മ. എനിക്കെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നുള്ള ഒരു അറിവില്ലായ്മ. അങ്ങനെ കംപ്ലീറ്റ് അറിവില്ലായ്മയിലേക്ക് പോകുന്നൊരു സംഗതി. അത് എവിടെ നിന്നാണ് വരുന്നത്? ആ രോഗം എവിടെ നിന്നുണ്ടെന്ന്? അത് ബ്രെയിൻ ഡിസീസാണ്. അവൻ്റെ തലച്ചോറ് കേടുപറ്റി അത്രമാത്രം നശിച്ചു പോയത്. നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോയി ആൾക്കാർ പറയണ പോലെ നശിച്ചു പോയത്. അവിടെ ഒരു അല്പം, ഒരു കടുകിൻ്റെ അത്ര മനുഷ്യത്വം അവന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അവൻ ജീവിച്ചിരുന്നാൽ തന്നെ അവന് എന്താണ് ഗുണം? എന്ത് ഗുണമുള്ളത്? അപ്പോൾ ഇത് ഇത്ര ഭീകരമായൊരു രോഗം, ഇത്രയും ഭീകരമായ രോഗം, അതിനെപ്പറ്റി ഈ ഒരു ന്യൂസ് മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ വരുന്ന തലമുറ ഉണ്ടല്ലോ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു തലമുറയായിട്ട് എടുക്കുവാണെങ്കിൽ, ഈ കൗമാരപ്രായം 15 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകളാണ് മദ്യപാനത്തിൻ്റെ ഇതുകൊണ്ട് ഏറ്റവും തീവ്രത അനുഭവിച്ച് മരിക്കുന്നത്, നേരത്തെ മരിക്കുന്നത്, ജീവിക്കാൻ അവസരം കിട്ടാത്തത് ഇതാന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്ന പോലെ ഈ പ്രായത്തിലുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. ലഹരിയിൽ അടിപ്പെട്ട സ്ത്രീകളും ഒക്കെ കൂടി, പെൺകുട്ടികളൊക്കെ കൂടി പെട്ടെന്ന് മരിച്ചു പോകും. ലോകാരോഗ്യ സംഘടന പറഞ്ഞേക്കണത്. അതെന്താണത്? ഈ ചെറിയ പ്രായത്തിലുള്ള ബ്രെയിനിലേക്ക് ഈ ലഹരി വസ്തു കയറി ചെന്ന് അതിൻ്റെ ഘടന മുഴുവൻ തകർത്ത് തരിപ്പണമാക്കും. അത് അങ്ങനത്തെ കുറേ ചിത്രങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗവേഷണം ഈ സ്പെക്ട് സ്കാനിൽ നടന്ന ഗവേഷണങ്ങൾ, അത് ആ ഗവേഷണങ്ങളിൽ കൂടി നടന്ന പല ചിത്രങ്ങളും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അമേരിക്കയിലെ ഡോക്ടർ ഡാനിയൽ അമീൻ പ്രസിദ്ധീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ
ഫോട്ടോസ് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇട്ട ഫോട്ടോസാണ് എൻ്റെ കയ്യിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചികിത്സാ രീതി തന്നെ അത്ഭുതം ഉണ്ടാക്കും. ഇത് അദ്ദേഹം പറഞ്ഞു കൊടുക്കും, ഇത് തലച്ചോറിൻ്റെ രോഗമാണ്, ഇത് ജനിതകം ഉണ്ട് ഇതിൽ, ഇത് നിങ്ങളുടെ ചുറ്റുപാടും ജനിതകമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരെയൊക്കെ അദ്ദേഹം ഈ സ്പെക്ട് സ്കാൻ ചെയ്തിട്ട് ആ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് അന്തം വിട്ട് അവന്മാരൊക്കെ അവിടെ ഇരുത്തി കരയിപ്പിക്കും മൂപ്പര്. അവൻ്റെ തലച്ചോറ് നമ്മുടെ സ്വത്താണ്. നമുക്ക് ലോകത്തിൽ ഒരേ ഒരു സ്വത്ത്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അത് ആക്റ്റീവാണ് ആ സാധനം. അത് വളർന്ന് വികസിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അറിവും ഈ സ്വഭാവത്തിലെ രീതികളും ഈ മനുഷ്യരാശിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് മുമ്പ് മരിച്ചുപോയ ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമ്മുടെ തലച്ചോറിലുണ്ട്. അവർ ജീവിച്ച രീതികൾ, അവരിൽ നിന്ന് കിട്ടിയ പാരമ്പര്യങ്ങൾ, അവരുടെ ജനിതകം, അത് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ അറിവുകൾ. അങ്ങനെ വാസ്തവത്തിൽ നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എടുത്താലുണ്ടല്ലോ, നമ്മുടെ മനുഷ്യ ചരിത്രം അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ അത് വന്ന് പെട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എല്ലാം. ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയതെല്ലാം അതിൽ കൂടിയാണ്. അപ്പം അങ്ങനത്തെ ആ സ്വത്ത് നശിപ്പിക്കാൻ പറ്റില്ല. ആ സ്വത്ത് പോയാൽ എല്ലാ സ്വത്തും പോയി. ആ സ്വത്ത് തലച്ചോറിൻ്റെ അറിവ്, നമ്മളെക്കുറിച്ചുള്ള അറിവ്, ലോകത്തെക്കുറിച്ചുള്ള അറിവ്, അതിൽ കൂടി നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ യാതനകളും വേദനകളൊക്കെ നമുക്ക് താഴെ ഇറക്കി വയ്ക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥ, ആ അറിവൊക്കെ മാഞ്ഞു പോവും. ആ അറിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന് ഈ 4 ഞാൻ ഉൾപ്പെടുന്ന 4 പേരെ കൊന്നെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം 3 പേര് മരിച്ചു, 4-മത്തെ ആളും ഗുരുതരാവസ്ഥയിൽ കിടക്കാന്ന് വെച്ചാൽ മരിക്കാറായി കിടക്കുകയാണ്. അതിനിപ്പോൾ എന്നാണെന്ന് പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ഈ ലോകത്തെ ജീവിതം കൊണ്ട് അവൻ എന്താ നേടിയത്? അപ്പോൾ അവൻ ഇതിനു മുമ്പ് ജീവിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഒരു അംശം അവനിലേക്ക് എത്തിയില്ല. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ അറിവും സ്നേഹവും ഒന്നും ഒരു അല്പം പോലും അവൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. കാരണം എന്താണ്? അവൻ ലഹരി വസ്തു അടിപ്പെട്ടു അവൻ്റെ തലച്ചോറ് കേടായിപ്പോയി, ആൻറ്റി സോഷ്യലായി, സാമൂഹ്യ വിരുദ്ധ സ്വഭാവമായിപ്പോയി. ഞാനിതൊന്നും വലിയൊരു എന്താ പറയണ ഒരു വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഞാൻ വലിയ അറിവുള്ള ആളെന്നുള്ള രീതിയിലല്ല. എനിക്ക് ഭയങ്കര പാരമ്പര്യമുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. ലഹരി ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ മകനായിട്ട് ജനിച്ച ആളാണ് എനിക്ക്. ഭയങ്കര പാരമ്പര്യമുണ്ട്. ഞാനതിന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ്. ഞാനതിൻ്റെ പുറകെ പോയായിരുന്നു ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ ജനിതകം ഭയങ്കര സംഭവമാണ്. ഈ ജനിതകം എത്രയധികം ജീനുകളിലാണ് ഉള്ളതെന്നറിയാമോ? നമ്മുടെ ക്രോമസോം 46 ക്രോമസോമുണ്ട്. 2 സെക്സ് ക്രോമസോമാണ്, ബാക്കിയുള്ളത് 44. അത് സ്ത്രീയും പുരുഷനും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഓരോ അവയവവും, നമ്മുടെ ഓരോരോ സ്വഭാവം, നമുക്ക് വരാനിരിക്കുന്ന രോഗങ്ങൾ, അതൊക്കെ ഈ ക്രോമസോമിൽ ജനിതകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരുത്തൻ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അവൻ്റെ ആ DNA പരിശോധിച്ച് കഴിഞ്ഞാൽ അവനാണത് നടത്തിയെന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. ആ ജനിതകം കണ്ടെത്താൻ വലിയ വിഷമമൊന്നുമില്ല. നിങ്ങൾക്കൊരു 6000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മനുഷ്യനാണ്, ഏത് തരത്തിലുള്ള രോഗം നിങ്ങൾക്കുണ്ട് എന്നൊക്കെയുള്ള പറ്റി കംപ്ലീറ്റ് നിങ്ങളുടെ ഹ്യൂമൻ ജെനോംസ് എന്ന് പറഞ്ഞൊരു ജനറ്റിക് കോഡുണ്ട്. അതിൻ്റെ ഇതുണ്ട്, ജനറ്റിക് കോഡ് മാർക്ക് ചെയ്തൊരു ചിപ്പുണ്ട്. ആ ചിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം രോഗമുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, ഇനി നിങ്ങൾ വരാൻ പോകുന്ന ഏതൊക്കെ ക്യാൻസർ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, എല്ലാ സംഗതിയും മിക്കവാറും അതിൽ തന്നെ ഉണ്ടാവും.
അപ്പോൾ അതൊന്നും ഇപ്പോൾ നോക്കണ്ട. നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും സ്കാൻ ചെയ്തും എല്ലാവരെയും പരിശോധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗവേഷണങ്ങൾ ചെയ്ത് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയുള്ള കാര്യം, ഇപ്പോൾ ഭൂമി ഉരുണ്ടിട്ടുള്ളതാണെന്നും അത് കറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അത് പരീക്ഷിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ടെന്നുള്ള. അപ്പോൾ നമ്മൾ അവിടെ വിശ്വാസം, ഈ ശാസ്ത്രീയമായ കാര്യങ്ങളിൽ ആ വിശ്വാസങ്ങളും തെളിവുകളൊക്കെ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് പരീക്ഷിക്കാൻ നമുക്ക് അസാധ്യമാണ് പലപ്പോഴും. അപ്പോൾ അതിൻ്റെ എവിഡൻസ് നമ്മൾ ശാസ്ത്രത്തെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. അത് ഭയങ്കരമായിട്ടുള്ള തെളിവുകൾ. ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് നുണ പറയൂല. നുണ പറഞ്ഞ് കഴിഞ്ഞാൽ അത് പരാജയപ്പെടുകയുള്ളൂ. അപ്പോൾ തെറ്റാണെങ്കിൽ തെറ്റെന്ന് ഉറച്ചു പറയും, ഉറപ്പിച്ച് പറയും തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയും. ബാക്കി എല്ലാ കാര്യത്തിലും ഈ ലോകത്ത് തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചാണ് ആൽഫ്രഡ് നോർത്ത് ഹെഡ് എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ, ഫിലോസഫർ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അക്ഷരം പ്രതി ശരിയാണ്, അടിവരയിട്ട് സ്വീകരിക്കേണ്ട കാര്യമാണ്. ഈ ലോകത്തിൽ ഒരു പകുതി കാര്യങ്ങൾ നമുക്കറിയാമെന്ന് വിചാരിക്കുക. 100 കാര്യങ്ങളുണ്ട്, അതിൽ പകുതി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ അറിയാം, മനസ്സിലുണ്ട്. പകുതി കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മരിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു, എന്ത് സംഭവിക്കുന്നു, ഏത് രാജ്യത്തേക്ക് പോകുന്നു, എവിടെ താമസിക്കുന്നു, എന്ത് സംഭവിക്കുന്നു, യാതൊരു വിവരവുമില്ല നമുക്ക്. പൂർണ്ണമായിട്ടും അതിനെപ്പറ്റി യാതൊരു ഇതുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അറിവില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, ഈ 50% കാര്യങ്ങളിലേറെ നമുക്ക് അറിവില്ല. ഈ അറിവില്ലാത്ത കാര്യങ്ങൾ മനുഷ്യനങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തിനാണ്? മറ്റുള്ളവരെ ചതിക്കാൻ, വഞ്ചിക്കാൻ, അവരെ അവരെ നിരാശയിലേക്കും ഒക്കെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടി അങ്ങനത്തെ, അവിടെയാണ് ചെകുത്താൻ്റെ കളി എന്ന് അദ്ദേഹം പറഞ്ഞത്. ചെകുത്താൻ കൂടുതൽ കളിക്കുന്നത് ഈ അറിയപ്പെടാത്ത 50% സംഗതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഭയങ്കരമായിട്ടുള്ള ഒരു ഉന്നതിയിൽ നിൽക്കുവാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബുദ്ധിശക്തി, ഇപ്പം ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക, അറിവിന് വേണ്ടിയുള്ള ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കഴിവും അവൻ്റെ മിടുക്കും അവൻ്റെ എന്താ പറയുക, സത്യം എന്താന്ന് വെച്ചാൽ അവൻ്റെ അനുഭവങ്ങൾ അവൻ തള്ളി പറയില്ല. ആ അനുഭവങ്ങളിൽ അവൻ നുണ പറയേണ്ട ആവശ്യമില്ല. അനുഭവങ്ങളിൽ നുണ പറയുകയാണെങ്കിൽ അവൻ പോക്ക. അപ്പോൾ ഈ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും എന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ ലോകാവസാനം വരെ നിൽക്കും. അതാണ് ഇതിൻ്റെ ശക്തി. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ശക്തി അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരാൾ പ്രൈവറ്റായിട്ടല്ല, പരസ്പരം. ഈ ഇതിലെല്ലാത്തിലും ഭയങ്കര, ഓരോ വാക്കിലും ഭയങ്കര അറിവാണ്. എക്സ്പീരിയൻസ് അനുഭവങ്ങൾ എന്താണ്? മോശപ്പെട്ട അനുഭവമുണ്ട്, നല്ല അനുഭവമുണ്ട്. ഒരാൾ ബുദ്ധിമാനാകുന്നത് എങ്ങനെയാണ്? ഈ മോശപ്പെട്ട അനുഭവങ്ങളെ പരിഷ്കരിച്ച് മാറ്റിയെടുത്ത് മെച്ചപ്പെട്ട അനുഭവമാക്കി മാറ്റുമ്പോൾ അയാൾ ബുദ്ധിമാനും മിടുക്കനോ കഴിവുള്ളവനോ ഒക്കെ ആവുന്നു. അപ്പോൾ അതിനേക്കാൾ നല്ലൊരു പരിപാടി വേറെ ഉണ്ടോ? ഒരാൾ ഇൻ്റലിജൻ്റ് ആണ്, കഴിവുള്ളവനാണ്, തിരിച്ചറിവുള്ള ആളാണെന്നൊക്കെ പറയണത് എന്താണ്? മോശപ്പെട്ട അനുഭവങ്ങളെ അയാൾ നല്ല അനുഭവങ്ങളായിട്ട് മാറ്റുന്നു. അതിന് വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുമല്ല, അയാളുടെ കഴിവ് പുറത്തെടുത്ത്, കപ്പാസിറ്റി അതയാൾ പുറത്തെടുക്കും, എന്നിട്ട് അനുഭവിച്ചു അറിയും. അപ്പോൾ തെറ്റുകളെ അയാൾ മനസ്സിലാക്കി, അയാൾ ബിഹേവിയറിനെ മനസ്സിലാക്കും, അയാളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കും. അങ്ങനെ അനുഭവങ്ങൾ, അത് ഭയങ്കര ശക്തിയാണ്. എങ്ങനെയാണ് ശക്തി ഉണ്ടാക്കിയെടുക്കുന്നത്? അങ്ങനെ അയാൾ ഇൻ്റലിജൻ്റ് ആവും, കൂടുതൽ ഇൻ്റലിജൻ്റ് ആവും,
എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാവും, ഏത് രീതിയിൽ ജീവിക്കണമെന്ന് മനസ്സിലാവും. അത് ആ ഒരു വിവരം അയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മറ്റ് ആളുകൾ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്ന് കിട്ടും. അയാളുടെ അനുഭവം കൂടി അതിനോട് ചേർത്ത് വയ്ക്കും, തമ്മിൽ കമ്പയർ ചെയ്യും. ഇതൊക്കെ അയാളുടെ ബുദ്ധിയിൽ കൂടിയാണ്. ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അയാൾ മദ്യം കഴിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയാൽ അയാളുടെ ഉള്ളിലേക്ക് തന്നെ ഇതിൻ്റെ ഒരു 100-ലൊരു ഭാഗം പോലും കയറില്ല. അപ്പോൾ മദ്യം ഇല്ലാതെ തന്നെ അയാൾ അല്ലെങ്കിൽ മറ്റു ലഹരികളില്ലാതെ തന്നെ ഇത് ഒരു 24 മണിക്കൂർ അയാൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അയാളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് അയാൾ സ്വന്തം ശരീരത്തിലും മനസ്സിലും ഒക്കെ പരീക്ഷണം നടത്തണം. അങ്ങനത്തെ ഒരു പ്രോഗ്രാം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇത് മറ്റു മനുഷ്യർ ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ്, അവരറിയാതെ ചെയ്യുന്നുണ്ട് അതൊക്കെ. പക്ഷേ ഈ അറിവ് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പ് തെറാപ്പി. അപ്പോൾ ഈ അനുഭവങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്നും അത് മാറ്റേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നും അത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഭയങ്കര അറിവ് അയാൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഏത് രീതിയിൽ അതിനെ സമീപിക്കണമെന്നും കിട്ടുന്നുണ്ട്. അതിൽ അനുഭവങ്ങൾ പറയുന്ന ആൾക്കാർ 24 മണിക്കൂറിന് ഭയങ്കര പ്രാധാന്യം കൊടുത്ത് അതിൽ കൂടി മുന്നോട്ട് പോവാണ്. അപ്പോൾ അനുഭവങ്ങൾ അവിടെ ഏറ്റവും വലിയ ഒരു കഴിവും ശക്തിയും ഒക്കെ ആയിട്ട് മാറും. അനുഭവങ്ങൾ ശക്തി ഉണ്ടാക്കും. ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഇതാണ് ജീവിതത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരു അടിസ്ഥാനം, ഇനിയുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷ. ഒരു മദ്യാസക്തന് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് എന്തൊക്കെ നഷ്ടപ്പെടുന്നത്? അയാൾക്ക് നഷ്ടപ്പെടുന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്, ഹോപ്പ്ലെസ്നെസ്. അയാൾ നിസ്സഹായനാണ്, അറിവില്ലാത്തതുകൊണ്ട് അയാൾ നിസ്സഹായനാണ്, ഹെൽപ്ലെസ്. ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഹോപ്പ്ലെസ്? പ്രതീക്ഷയില്ലാത്ത അങ്ങനത്തെ കളികളാണ് അയാളുടെ ജീവിതത്തിൽ ഉടനീളം. പ്രതീക്ഷയില്ലാത്ത കളികളാണ്. ഇനി അങ്ങ് മരിച്ചോട്ടെ, ഞാൻ കുടിച്ച് മരിച്ചോട്ടെ, എന്നെപ്പറ്റി ആരും സങ്കടപ്പെടണ്ട. ഒരു ഒരു എന്താ പറയുക, സെൻറ്റിമെൻ്റലിസം അല്ലെങ്കിൽ ഒരു അഭിനയം അയാളുടെ ഇപ്പോഴത്തെ ഒരു, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ആയിട്ട് ഹിസ്ട്രോണിക്ക് ആൾക്കാരെ പ്രദർശിപ്പിച്ച് കാണിക്കാനുള്ളൊരു സഹതാപം കിട്ടൽ. ഇതൊക്കെ ഈ കളിയൊക്കെ എല്ലാ കളികളും അയാൾ കളിക്കും. ഈ തലച്ചോറിന് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുമ്പോൾ എല്ലാ കളികളും കളിക്കും. ഫ്രോഡിൻ്റെ എത്രയോ ആൾക്കാർ ഫ്രോഡ് കളികൾ കളിക്കുന്നു, കളിപ്പിക്കൽ പരിപാടികൾ. സത്യസന്ധത കംപ്ലീറ്റ് പോവും. നുണ പറയൽ, ആയിരക്കണക്കിന് നുണകൾ ഒക്കെ വരും. അപ്പോൾ അങ്ങനെ ആരും സ്വീകരിക്കില്ല. അപ്പോൾ ഹോപ്പ്ലെസ് ആണ്, ഹെൽപ്ലെസ് ആണ്. അപ്പോൾ ഈവൻ വീട്ടുകാർ വരും അയാളെ ഒരു വീട്ടിലെ അംഗമായിട്ട് ചിലപ്പോൾ എത്രയോ ആൾക്കാരങ്ങനെ കരുതില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അതാണ്. അത് വീട്ടുകാർക്ക് അതിന് ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ. അല്ല, അവർ അറിവില്ലായ്മ അവർക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ ഇയാൾക്ക് ഒരു വീട്ടിലെ അംഗമാണെങ്കിലും വീടില്ലാത്ത പോലെ അയാളോട് പെരുമാറുന്നത്. അതുകൊണ്ട് അയാൾ ഹോംലെസ് കൂടിയാണ്. അപ്പോൾ ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ് ആൻഡ് ഹോംലെസ്. ലോകത്തിൽ അങ്ങനെയുള്ള ഒരാൾക്കിത് മൂന്നും നഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മറ്റ് കുറച്ച് ആൾക്കാർ അതിൻ്റെ പുറകെ വരുന്നുണ്ട്. അതാണ് സൈക്യാട്രി, മാനസിക രോഗമുള്ളവർ. പക്ഷേ അവർ കൂടെ ജീവിക്കുന്നവർക്ക് കരുണയുള്ളവരാണ്. അവർ അത് മനസ്സിലാക്കും. പക്ഷെ അവർക്കൊരു ഭാരമുണ്ട്, രോഗഭാരം. ഈ രോഗത്തെ ഒരു ഭാരമായിട്ട് അവർ കുറേ നാൾ കൊണ്ടു നടക്കും. കാരണം അവർ ഉപേക്ഷിക്കാൻ പറ്റില്ല. ചിലരൊക്കെ ഉപേക്ഷിക്കും. പക്ഷെ എന്നാലും മനുഷ്യർ കൂടെ ജീവിക്കുന്നവർ അവരെ കുറച്ചുകൂടി സഹതാപം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. പക്ഷേ ഈ മദ്യാസക്തനോടും മറ്റ് ലഹരി ഉപയോഗിക്കുന്നവരോട് അവർക്ക് യാതൊരു വിധത്തിലുള്ള കരുണയും സ്നേഹവും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതിന് 3 വാക്ക് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്, സാധാരണ മനുഷ്യർ. എന്താണ്? തെമ്മാടിത്തരം, തോന്നിയാസം, നിഷേധിത്തരം.
ഇത് ഞാൻ വെറുതെ പറയണല്ല, ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് ഡോക്ടർ ജെലിനിക്കും ഇതിനെപ്പറ്റി അറിയാവുന്ന പഴയ ഡോക്ടർമാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ എഡ്ഗാർ പേയ്സിന് എനിക്ക് വളരെ ബഹുമാനമുള്ള ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആൾക്കാർ എഴുതി തള്ളും, കൂടെ ജീവിക്കുന്നവർ ഇവരെ പറ്റി എഴുതി തള്ളും, അവർക്ക് സൈക്കാട്രിക് പ്രോബ്ലം വരുന്നതുകൊണ്ടൊക്കെ ഇവർ എഴുതി തള്ളും. അത് അവർക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അവരുടെ നോട്ടത്തിൽ അവരുടെ അറിവ് ഇത്രയാണ്: ഒരു തെമ്മാടിത്തരാണ്, തോന്നിയാസാണ്, നിഷേധിത്തരാണ്. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക്, ഈ മലയാളം ഇംഗ്ലീഷിലേക്ക് ആക്കുവാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ അറിവ് കിട്ടും. അപ്പോൾ ഡിനയൽ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നിഷേധിത്തരം എന്ന് പറഞ്ഞാൽ ഡിനയലാണ്. ഈ ഡിനയൽ ഇതേപോലത്തെ രോഗത്തിലല്ല വേറെ ഏത് രോഗത്തിലുള്ളേ. അല്ലെങ്കിൽ മനഃപൂർവ്വം നുണ പറഞ്ഞ ആൾക്കാരെ കളിപ്പിക്കുന്ന ആൾ, അവരും ഡിനയലാണ്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മനഃപൂർവ്വം നുണ പറഞ്ഞ് കളിപ്പിക്കുക. അത് ഈ പ്രോഗ്രാമിൽ വന്നിട്ട് അതൊക്കെ ചില ആൾക്കാർ ഇത് കഴിഞ്ഞ് സോബറായി എന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അവനവനോടുള്ള സത്യസന്ധത ആണ് ആദ്യം ട്രെയിനിങ്ങിൽ വരുന്നത്. അവിടെ പഠിപ്പിക്കുന്നതാണ് അവനവനോട് സത്യസന്ധനായിരിക്കുക, ഇൻ്റലിജൻ്റ് ആവാൻ ശ്രമിക്കുക, സോബറാകാൻ ശ്രമിക്കുക. 24 മണിക്കൂർ ഇതിൽ കൂടി ഇന്നത്തെ 24 മണിക്കൂർ എന്നുള്ള അത് തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിക്കുക, ഒരു സഹാനുഭൂതി ഉണ്ടാകുക, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ, അതെല്ലാം നമുക്ക് ഈ പ്രോഗ്രാമിനോട് നമുക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടാക്കും. ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റഡ് ബിഹേവിയർ, ഈ പെരുമാറ്റം അല്ലെങ്കിൽ മാനസിക രോഗാവസ്ഥ, അതിൽ നിന്നും ഈ വലിയ രോഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഒരാൾക്ക് വളരെ സുഖവും ായിട്ട് ഇതിൽ കൂടി ഈ പ്രോഗ്രാമിൽ കൂടി രക്ഷപ്പെട്ട് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഈ മദ്യാസക്ത രോഗം അയാളുടെ ബുദ്ധിക്കുന്നവരെ ക്രിയാത്മകമായി ഉള്ള കഴിവ്, അയാളുടെ എല്ലാ കഴിവുകളും, അയാൾക്ക് ആരെയും താങ്ങിക്കൊണ്ട് ജീവിക്കാതെ സ്വന്തം കഴിവിൽ ജീവിക്കാൻ അയാളെ പ്രാപ്തനാക്കുന്ന അയാളുടെ തലച്ചോറ്, അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ജീവിക്കാനുള്ള ബുദ്ധിശക്തിയാണ്. അത് നഷ്ടപ്പെടുത്തുന്ന ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുള്ള തലച്ചോറിൻ്റെ കുഴപ്പങ്ങളാണ്. ഈവൻ മാനസിക രോഗം പോലും മരുന്ന് കഴിച്ചാൽ വ്യത്യാസം വരും, ബുദ്ധിശക്തി തിരിച്ചു കിട്ടും. പക്ഷേ ഇതിൽ കംപ്ലീറ്റ് സർക്യൂട്ട് പോവും. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു നാശം, ബുദ്ധിയിൽ ജനറൽ ഇൻ്റലിജൻസ്, പൊതുവായിട്ട് ജീവിക്കാനുള്ള ബുദ്ധിശക്തിയുടെ ഒരു കുഴപ്പം, അത് തലച്ചോറിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ. അയാൾക്ക് അറിവൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഈ അറിവിനെയൊക്കെ പിന്തള്ളുന്ന രീതിയിലുള്ള ഒരു ആർത്തി, ഒരു ആസക്തി, അല്ലെങ്കിൽ നിയന്ത്രണമില്ലായ്മ, അല്ലെങ്കിൽ ഒരു അഹന്ത അയാളുടെ ഉള്ളിൽ പ്രവർത്തിക്കും. അറിവുണ്ടായിരിക്കും, പക്ഷെ അറിവിനെ പിന്തള്ളും. അതാണ് ഈ ബുദ്ധിശക്തിയുടെ ഒരു കാറും പ്രവർത്തിക്കുന്നത്. ഈ ആർത്തിയും അനിയന്ത്രിതത്വവും ഒക്കെ കൂടി വരുമ്പോഴത്തേക്കും ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, അതവിടെ നിൽക്കുള്ളൂ. അത് ചിലപ്പോൾ അവിടെ അടിത്തട്ടിൽ അത് കിടക്കും, അതിന് കഴിവ് നഷ്ടപ്പെടും. അത് കഴിവ് നഷ്ടപ്പെട്ട ഒരു അടിമയെ പോലെ അവിടെ കിടക്കും. അപ്പോൾ ആ ബുദ്ധിശക്തി അങ്ങനെ കുറയുമ്പോൾ എന്ത് പറ്റും? ഈ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിനോട് ഒരു മാനസികമായിട്ടുള്ള വിധേയത്വം, അടിമത്തം
അടിമയായി സ്വയം അടിമയായി മാറുന്നതിൽ അഭിമാനിക്കും. അടിമയാകുന്നതിൽ അഭിമാനിക്കുക എന്ന് പറഞ്ഞാലും എത്രത്തോളം വലിയൊരു ബോസ്ക് ഏ, ഒരു ആപത്ത് ഒരാൾക്ക് വരാൻ ഒരു അടിമയായി പോവുക. പലപ്പോഴും ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഭവം അതാണ്, അടിമയായി പോവുക. ആരെങ്കിലും പല ചിന്താധാരകൾക്കും അടിമയായി പോവുക. പലതരം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്, പലതരം ചിന്താരീതികളുണ്ട്, പലതരം മതങ്ങളുണ്ട്, പലതരം ധാരണകളുണ്ട്, പലതരം വാഗ്ദാനങ്ങളുണ്ട്. ഒക്കെ എല്ലാത്തിനും നമ്മൾ തലവെച്ച് കൊടുക്കും. ഒരു അതിനോട് ഏതിനോടാണോ ഒട്ടിപ്പിടിക്കുന്നത്, ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കലാണ്. എന്തിനോട് ഒട്ടിപ്പിടിക്കാൻ തോന്നുക, ആ സാധനം ഇപ്പോൾ ലഹരി വസ്തു ഉപയോഗിച്ച് തലച്ചോറിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗാംബ്ലിംഗ് ഉണ്ടല്ലോ, ഇപ്പോൾ പല ആൾക്കും ഗാംബ്ലിംഗ് ഉണ്ട്, ഒരു അഡിക്ഷനാണിത്. ഒരു ആശയാണ്. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, 8 വെച്ചാൽ 16, ബെയ് രാജ ബെയ്. അത് ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷയാണത്, ഭയങ്കര പ്രതീക്ഷയാണ്. ഒരു മായയിൽ കൂടി, ഇലൂഷൻ, ഒരു ശരിക്കും പ്രവർത്തിക്കാത്ത ഒരു ബുദ്ധി, അതൊരു മായയിൽ കൂടി ഒരാളെ കളിപ്പിക്കുന്ന പരിപാടിയാണ്. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, നിനക്ക് കണ്ടവനം കിട്ടും, അത് കിട്ടും, നിനക്ക് ആനന്ദം കിട്ടും, നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, ഓഫറിങ്ങാ. അപ്പോൾ അങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അടിമയാക്കൽ പരിപാടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനെ ആയി പോയിട്ടുണ്ട്. ഇത് രോഗമായിട്ടല്ല, ആളുകളെ അന്ധമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോവും. നമ്മൾ ചിലപ്പോൾ അടിമയായിപ്പോവും. നമ്മളൊക്കെ ഇതൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കിട്ടും. ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾക്ക് എന്താ, 2 നേരം ശാപ്പാട്, ഭയങ്കര അയാൾക്ക് ജീവിക്കണേ അത് വേണം, അടിമയായി കഴിഞ്ഞു. അതുപോലെ മറ്റൊന്ന്, അയാൾക്ക് അയാളെ കഴിവുള്ളവനാണോ, അയാൾക്ക് ശരിക്കുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ അയാൾ എപ്പോഴും അയാളെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കും. സെൽഫ് ഡൗട്ട് എന്ന് പറയും. എനിക്കെന്തോ പറ്റിയോ, എനിക്ക് കുഴപ്പമില്ല ഉണ്ടോ, ഞാൻ കഴിവുള്ളവനാണോ, ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കും. അയാളെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കും. അത് ഈ തലച്ചോറിൻ്റെ ഒരു ബുദ്ധിശക്തി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതുപോലെ അയാൾക്ക് പല സംഗതികളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പണം ഇല്ല, കഴിവ് പോയതുകൊണ്ട് പണം ഇല്ല, ആരും വിളിക്കുന്നുമില്ല, അടിമയാണല്ലോ. പിന്നെ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കാതെ അയാൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അബ്സ്റ്റിനൻസ്, അതാണ് പറയുന്നത്, ഇനബിലിറ്റി ടു അബ്സ്റ്റെയിൻ. അത് മുഴുവൻ പിടിച്ചെടുത്ത്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ഇമോഷൻ കൊണ്ട്, സാമൂഹ്യമായിട്ടുള്ള ഇത് അടിമത്തം കൊണ്ട് അയാളെ കംപ്ലീറ്റ് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ, അയാളെ പിഴിഞ്ഞെടുത്ത് അയാളെ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത്, അതുകൊണ്ട് അയാൾക്ക് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അയാളുടെ അത് ഉപയോഗിക്കുന്ന സൗഹൃദം ഉള്ള അയാളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മാനസിക കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ അഹന്ത, അതൊക്കെ അയാളെങ്ങനെ വിട്ടു നിൽക്കാനായിട്ട് അയാളെ എതിർത്തുകൊണ്ടിരിക്കും, വിട്ടു നിൽക്കാൻ സമ്മതിക്കില്ല. അത് തലച്ചോറിനുള്ള കുഴപ്പം കൊണ്ടാണ്, വിട്ടു നിൽക്കാൻ പറ്റില്ല. തലച്ചോറ് അതിൻ്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്, ഡിപ്പെൻഡൻസ്. ആ ആശ്രയത്തിൽ, ആ അടിമത്തത്തിൽ മാത്രമാണ് തലച്ചോറ് പ്രവർത്തിക്കുന്നത്. അത് ഒരാഴ്ച വിട്ടു നിന്നാൽ തലച്ചോറ് പ്രകോപിപ്പിക്കും. എങ്ങനെയാണ് പ്രകോപിപ്പിക്കുന്നത്? അത് നിഷേധകരമായ പല കാര്യങ്ങളും പറയും. ഇതൊന്നും ഒരു കുഴപ്പമില്ലടേ, ഒരു പ്രശ്നമില്ല, നീ അതൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. നിഷേധം.
നീ ഞങ്ങളുടെയൊക്കെ സൗഹൃദം വിട്ട് എങ്ങോട്ട് പോകാനാ? യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഇത് നഷ്ടപ്പെടുത്തും. വിട്ടു നിൽക്കും തോറും ഇങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാവില്ല. എന്താ സൂക്കേട് പോലും മനസ്സിലാവില്ല. അപ്പൊ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല. തളർച്ച മനസ്സിലാവില്ല. ബോധം പോകാൻ പോകുന്നത് മനസ്സിലാവില്ല. മാരക രോഗങ്ങൾ കൂടെ ഉണ്ടാവും, മനസ്സിലാവില്ല, ചികിത്സിക്കുകയില്ല. അപ്പൊ വിട്ടു നിൽക്കാനുള്ള ബുദ്ധിയില്ലായ്മ, അതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ, ആസക്തി, അനിയന്ത്രിതത്വം. അഥവാ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രവൃത്തി നേരെ ഓപ്പോസിറ്റ് ആക്കുക. ഇപ്പോൾ പുതിയതായിട്ട് 4 ചോദ്യങ്ങൾക്ക് പകരം ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങൾ മദ്യം കഴിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അത് ശരിക്കും സത്യം പറഞ്ഞാൽ യെസ് തന്നെ നുണ എന്ന് പറഞ്ഞാൽ അവനവനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവനെ തന്നെ പാര വയ്ക്കണം. വേണ്ടി വരുന്നു. മദ്യം കഴിച്ചിട്ട് നീ വണ്ടി ടെസ്റ്റിൽ. അപ്പോൾ എന്താണ്, അവന് അറിവുണ്ട്, എനിക്കത് ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമെന്ന് അറിയാം. എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവനത് ചെയ്യുന്നു, അതിനെതിരായിട്ട് ചെയ്യുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ, അറിവുണ്ടായിട്ട് പോലും അതിനെതിരായിട്ട് പ്രവർത്തിക്കുക. ഇനബിലിറ്റി ടു അബ്സ്റ്റെയിൻ. പിന്നെ അത് തന്നെയല്ല, ഉൾവലിവ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല. സ്വയം വലിവ്, പഴയ ആ അടിമത്തത്തിലേക്ക് തിരിച്ചു പോവുക. ഇതൊക്കെ സ്വഭാവത്തിൽ, മദ്യം കഴിക്കുമ്പോൾ വരുന്ന സ്വഭാവത്തിലും അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, മാനസികമായിട്ടുള്ള അടിമത്തം. മദ്യത്തിന്, ലഹരി വസ്തുവിന്, സാധനത്തിന്, ഉപയോഗിക്കുന്ന സാധനത്തിനാണ് ജീവിതത്തിലെ മുൻഗണന. ഈ സാധനത്തിന് അയാൾ മുൻഗണന കൊടുത്തേക്കുവാണ്, മുൻഗണന. പിന്നെ അയാൾക്ക് സംശയം, സംശയം, എനിക്ക് എന്തോ നഷ്ടപ്പെടുന്നുള്ള പൊട്ടത്തരം. നിർത്തിവെക്കൽ, കഴിവില്ലാതെ, അത് കഴിവ് നഷ്ടപ്പെടല, കപ്പാസിറ്റി. പക്ഷെ അയാൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കഴിവ് പറയും. ഞാൻ 2 ആഴ്ച ഞാൻ ശബരിമലയ്ക്ക് നിർത്തിവെച്ചു. അവിടെ അയാൾ ഭയങ്കര അഭിമാനിക്കുന്നു. ഞാൻ 40 ദിവസം നിർത്തിവെച്ചു. അപ്പോൾ അയാൾക്ക് അറിയാം അത് വലിയൊരു കഴിവാണെന്ന്. അല്ലെങ്കിൽ അയാൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ നിർത്തിവെക്കുന്ന വലിയൊരു കഴിവെന്ന് അയാൾക്ക് അറിയാം. അത് അഹങ്കാരത്തോടുകൂടി പറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഉൾവലിവ് വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ കൂടെ മറ്ററ്റത്ത്, അപ്പോൾ ഒരറ്റത്ത് ഈ ബുദ്ധിപരമായിട്ടുള്ള തകരാറ്, മറ്റേ അറ്റത്ത് സ്വഭാവത്തിൽ ഭയങ്കരമായിട്ടുള്ള കുഴപ്പങ്ങൾ. സ്വഭാവത്തിൽ അയാൾക്ക് ഈ മറ്റുള്ളവർ അംഗീകരിക്കുന്ന മൂല്യങ്ങൾ അയാൾ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ സത്യം പറയുക, അതൊരു വലിയ മൂല്യമാണ്. അയാളത് അംഗീകരിക്കുന്നത്. അയാളുടെ കാര്യത്തിൽ അയാൾ എല്ലാ ദിവസവും നുണ പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അയാൾക്ക് സത്യം പറയുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗത്തിൽ വരുത്താവുന്ന സംഭവമല്ല. അയാൾക്ക് നുണ പറഞ്ഞ് 100 കണക്കിന് നുണ പറഞ്ഞുകൊണ്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അയാളുടെ സ്വഭാവത്തിൽ വരുന്ന, ഈ സത്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന, വരുമ്പോഴേ ഒരാൾ ഷെയറിങ്ങിൽ കൂടി മനസ്സിലാക്കേണ്ട ഭയങ്കര സംഭവമാണ്. ഇവന്മാരൊക്കെ സത്യസന്ധത ഇല്ലായിരുന്നെങ്കിൽ ഇവരെവിടെ ഇരിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ സത്യസന്ധത, അവർ രക്ഷപ്പെട്ടത് അവരോട് സത്യസന്ധത കാണിച്ചിട്ടാണ്. അവർക്ക് വേണ്ടി അവരത് നിർത്തി. അപ്പോൾ ഏറ്റവും വലിയൊരു മൂല്യം, ഒരു വാല്യൂ ആണ് ഈ സത്യം പറയുക, അവനവനോട് സത്യം. അത് അനുഭവത്തിൽ കൂടിയാണ്. സത്യം അയാളെ ബോധിപ്പിക്കാൻ, അയാളുടെ മനസാക്ഷിക്ക് വേണ്ടി അയാൾ ചെയ്യുന്ന പരിപാടി. അപ്പോൾ അയാളുടെ സ്വഭാവത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ
പക്ഷേ ഒരു കാര്യം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരീരം പ്രതികരിക്കും പഴയ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അയാളുടെ സ്വഭാവം മോശമാവും. അപ്പോൾ അയാൾക്ക് തന്നെ ഒരു സംഘർഷം, മാനസിക സംഘർഷമാവും. ഓ, എനിക്ക് പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആ മൂല്യത്തിൽ അയാളെ രക്ഷപ്പെടുത്താനുള്ള മൂല്യം എന്താണെന്ന് അയാൾക്കറിയാം. അപ്പോൾ അയാൾക്ക് കുറ്റബോധം തുടങ്ങും. എനിക്ക് അയാളെ പറ്റി തന്നെ അയാൾക്ക് കുറ്റബോധം, ലജ്ജ, ഷെയിം. പല മധ്യാസക്തരും നിർത്താൻ പറ്റാത്ത ഈ ഈ ഷെയിം ആയതുകൊണ്ടാണ്. അത് ഷെയിമാണ്. പിന്നെ ഒന്ന് യോഗ്യനല്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ യോഗ്യനല്ല. കാരണം പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ യോഗ്യനല്ല. ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര വിഷാദ രോഗം വരാം, സൂയിസൈഡൽ ഐഡിയേഷൻ വരാം. അയാൾക്ക് നിയന്ത്രണം വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, ആർത്തി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം അയാൾക്ക് മൂല്യം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അയാളെ സംബന്ധിച്ചുള്ള അയാളുടെ മനസ്സിലുള്ള മൂല്യം, എല്ലാ മനുഷ്യർക്കും ഒരു മൂല്യം അവനവനെ പറ്റിയുണ്ട്. മറ്റുള്ളവർക്ക് അതില്ലെങ്കിലും അവനവനെ പറ്റി എല്ലാവർക്കും ഒരു മൂല്യമുണ്ട്, വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ്? നമ്മുടെ കുറ്റബോധം, ഈ ഞാൻ പറഞ്ഞില്ലേ, ലജ്ജ, നിയന്ത്രണം സാധിക്കുന്നില്ല, ആർത്തി, ഇതൊക്കെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം സംഭവിക്കും. ഇതിനെതിരായിട്ട് പ്രവർത്തിക്കണം എന്തായിരിക്കും? ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു, ഈ സ്വഭാവത്തിനൊക്കെ എതിരെ. അതാണ് നിഷേധം. അപ്പോൾ അവനവനെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല, അതാണ് നിഷേധം. അപ്പോൾ ഇങ്ങനെ ബുദ്ധിപരമായിട്ടും സ്വഭാവപരമായിട്ടും ഈ നിഷേധം വരുന്നു. ഈ നിഷേധം ശരിക്കും നമ്മുടെ ബോധമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഗതികൾക്കും തകരാറുണ്ടാക്കും. നമ്മുടെ ബോധം തന്നെ കലങ്ങി മറിഞ്ഞ് കംപ്ലീറ്റ് അത് കലക്കവെള്ളം പോലെയാവും. അത് അതിൽ യുക്തി ചിന്തകളൊക്കെ പോവും, നഷ്ടപ്പെടും. യുക്തിയോടുകൂടി പെരുമാറാൻ സാധിക്കില്ല ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ ഉൾക്കാഴ്ച ഇല്ലാതാവും. അപ്പോൾ ഒരു മനുഷ്യനുള്ള എന്ന നിലയ്ക്ക് അയാൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടും? അയാൾക്ക് ആ നല്ല രീതിയിലുള്ള ബോധം നഷ്ടപ്പെടും. സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അയാളെ പറ്റിയും അയാളെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങളെ പറ്റിയുള്ള ബോധം പോവും. യുക്തി ചിന്തയില്ല, റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ്, വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി, എനിക്ക് ശരിയായിട്ടുള്ള, എനിക്ക് ജീവിക്കാൻ ശരിയായിട്ടുള്ള കാര്യം എന്താണ്, വാട്ട് ഈസ് റോങ്, അത് തിരിച്ചറിയണമല്ലോ. എൻ്റെ കാര്യമല്ല, ഞാൻ പുണ്യവാളനാകാനല്ല, എനിക്ക് ജീവിക്കാൻ. അപ്പോൾ ഒരു മനുഷ്യനുള്ള നിലയ്ക്ക് എനിക്ക് ആ റൈറ്റും റോങ്ങും കിട്ടുന്നില്ല. വാട്ട് ഈസ് പ്രോപ്പർ, ഞാനിപ്പോൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട്, അതും കിട്ടുന്നില്ല. അപ്പോൾ വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് പ്രോപ്പർ, അപ്പോൾ അതിന് പകരം എല്ലാം ബാഡ്, മാഡ്, സാഡ്, ഈ രീതിയിൽ അങ്ങ് പോവും. അപ്പോൾ നിഷേധിക്കരുതെന്ന് ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ നമുക്കത് അതിനോട് വിയോജിക്കാൻ പറ്റുമോ? അയാൾ അന്ധമായിട്ടാണ് പറയണത്, എന്നാൽ പോലും നമുക്ക് സാധിക്കില്ല. അതാണ്. അപ്പോൾ ഈ എയിൽ വരുന്നതും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഈ ഗ്രൂപ്പ് തെറാപ്പി അറ്റൻഡ് ചെയ്യുന്നതും അതിൻ്റെ മഹത്വം, അതിൻ്റെ ചികിത്സ, ആ ചികിത്സയെക്കുള്ളിൽ നമ്മൾ സാധാരണ മനുഷ്യത്വത്തിലേക്കും മനുഷ്യനാകലിലേക്കും തിരിച്ചു വരുന്നത് എത്ര എത്ര വിലപ്പെട്ട കാര്യമാണ്. അതിനേക്കാൾ വലിയ സംഭവം വേറെ ഉണ്ടോ? മറ്റൊരു ഭാഗത്ത് ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരാൾ അയാളെ മാറ്റുന്ന കാര്യമാണ്. മറ്റ് നേരെ ഓപ്പോസിറ്റ് അയാൾക്ക് സംഭവിക്കുന്ന ശാരീരിക, മാനസിക, വൈകാരിക തകരാറുകൾ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ മാനസിക കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ ശാരീരികമായിട്ട് കുഴപ്പമുണ്ടാവും. അതുപോലെ വൈകാരികമായിട്ടുള്ള കുഴപ്പമുണ്ടെങ്കിലും ശാരീരിക കുഴപ്പമുണ്ടാവും. സാമൂഹ്യമായിട്ടുള്ള കുഴപ്പമുണ്ടെങ്കിലും ശരീരത്തിന് കുഴപ്പം പറ്റും. ഒരാളുമായിട്ട് വഴക്കുണ്ടായെന്ന് വിചാരിച്ചോ, അടി കിട്ടും, പോലീസ് വരും.
ശരീരത്തിന് അകത്തായി പോകുമല്ലോ. അപ്പോൾ അത് ഏത് തരത്തിലാണെങ്കിലും നമ്മൾ ഒറ്റപ്പെടും. നമ്മുടെ ശരിയായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നമ്മളൊരു അന്ധകാരത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു മായാലോകത്ത്. അപ്പോൾ ആ മായാലോകത്ത് നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ അധികവും റെഫറൻസ് എടുത്തിരിക്കുന്നത് ഡോക്ടർ എഡ്ഗർ പി നൈസ് MD. അത് ഈ മധ്യാസക്ത രോഗത്തെക്കുറിച്ച് വളരെയധികം ലേഖനങ്ങൾ, ഇൻ്റർനാഷണലായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് വളരെ പ്രോഗ്രാമിങ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി വളരെ ശരിയാണ്. പ്രോഗ്രാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിലപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ അയാളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന എന്താണ്? കുറ്റബോധം. ഞാനിപ്പോൾ ബുദ്ധിയുള്ള ആളായി മാറി. എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് എനിക്കറിയാം. എൻ്റെ അഹന്ത എന്നെ എവിടെ എത്തിച്ചു എന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കുറ്റബോധം ഇപ്പോൾ എനിക്കില്ല. എനിക്ക് അറിവുണ്ടായി. എൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള എൻ്റെ ശരീരത്തിലും മനസ്സിലും നടന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവ് കിട്ടി, ബുദ്ധി കിട്ടി. അതുകൊണ്ട് എനിക്ക് പറഞ്ഞില്ലേ, ഞാനൊരു പുണ്യവാളനാകാനല്ല, മനുഷ്യനാകാനാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ കുറ്റബോധമില്ല. എനിക്കിപ്പോൾ ഈ മാറ്റത്തിൽ എനിക്ക് ലജ്ജയില്ല, ഷെയിമില്ല. ഞാൻ യോഗ്യനാണ്, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ യോഗ്യനാണ്. നേരത്തെ അങ്ങനെയല്ല ഞാൻ വിചാരിച്ച. എനിക്ക് യോഗ്യതയില്ലെന്ന് വിചാരിച്ചു. സംശയമായിരുന്നു. എനിക്ക് വിട്ടു നിൽക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു എന്നെപ്പറ്റി തന്നെ. എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പൊട്ടത്തരാണെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ മാനസികമായുള്ള മുൻഗണന ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. വിട്ടു നിൽക്കൽ, എൻ്റെ അനിയന്ത്രിതത്വം, എനിക്കത് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആർത്തി, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പുറകോട്ട് പോയി. എൻ്റെ ചിന്തകൾ മോശമായിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് തിരിച്ചറിവ് കിട്ടി. ഇതൊക്കെയാണ് പ്രോഗ്രാമിൽ വന്ന ഒരാൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ. ഇതാണ് അയാളുടെ സ്വത്ത്. പക്ഷെ ഇതൊക്കെ, ഈ അറിവ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പ്രവർത്തിക്കണം അയാൾ. അപ്പോൾ എത്രയോ ആളുകൾ ഈ മാരകമായ രോഗം കൊണ്ട് ഇങ്ങനെ വെറുതെ നടന്ന് സമയം കളഞ്ഞിട്ടുണ്ട്. ജീവിതം, ഈ സമയം നമ്മൾ ചെലവഴിക്കുന്നത് എങ്ങനെയാണ്, എത്ര പെട്ടെന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സൈക്കോളജിക്കലായിട്ടുള്ള പ്രവർത്തനമാണ്. ആ സൈക്കോളജിക്കൽ പ്രവർത്തനത്തിൽ നിന്ന് ശാരീരികമായ പ്രവർത്തനത്തിലേക്ക് എത്ര പെട്ടെന്ന് നമ്മൾ സമയം കളയാതെ ആ പ്രവർത്തനത്തിലേക്ക് പോകുന്നു, അത്ര പെട്ടെന്നാണ് നമ്മൾ ജീവിക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് 76 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജീവിതം, എനിക്ക് ഈ പ്രോഗ്രാം മനസ്സിലാക്കിയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഇത്രയും അധികം സ്വാധീനിച്ച വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം തത്വചിന്തകളാണ്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള സംഗതികളാണ്. ഇത് നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. ഈ ലോകത്തെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു സംഭവമാണിത്. നമ്മുടെ ബന്ധങ്ങളുടെ ശക്തി ആണ് നമ്മുടെ ബോധം എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ നടപ്പിലാകുന്നൊരു സംഗതിയാണിത്. അപ്പോൾ ഇത് ഒരു സാധാരണക്കാരനും വിദ്യാഭ്യാസമുള്ള ആൾക്കും ഒരു തെരുവ് ദണ്ഡിയായിട്ടുള്ള ഒരാൾക്കും എത്ര അധപ്പതിച്ച ആൾക്കും ആർക്കും സ്വീകരിക്കാനും മനസ്സിലാക്കാനും പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ പോവാണ്. അതായത്
ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ന്യൂറോ സൈക്യാട്രി പുസ്തകം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന പുസ്തകമാണ്. ഏറ്റവും അവസാനം വന്നേക്കണ ഏറ്റവും വില പിടിപ്പിച്ച ഒരു പുസ്തകമാണ് സൈക്യാട്രി ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്. അതിൽ മദ്യാസക്ത രോഗമുണ്ട്, മാനസിക രോഗമുണ്ട്, മറ്റ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിൽ 276 പേജിൽ എഴുതി വച്ചിരിക്കുന്നു, മദ്യാസക്ത രോഗത്തിൻ്റെ എക്സലൻറ്റ് ആ വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്, എക്സലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരിയിൽ നിന്നൊക്കെ എത്രയോ ഉയരത്തിൽ 1-ാം സ്ഥാനം കൊടുത്തേക്കണതാണ് എക്സലൻറ്റ്. ആ പുസ്തകത്തിൽ 2 പേര് ചേർന്ന് എഴുതിയ പുസ്തകമാണ്. അവർ തലച്ചോറിനെ പറ്റി പഠനം, ഗവേഷണം നടത്തുന്ന, ചികിത്സിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തകം എഴുതിയ ആൾക്കാർ അവർ പറഞ്ഞേക്കണത് എക്സലൻ്റ് എന്നുള്ള വാക്കാണ് അവർ ചേർത്തേക്കണത്. എക്സലൻറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണത്. ഈ ഫുള്ളി യൂസ്ഡ്, അത് മുഴുവനായിട്ടും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എക്സലൻ്റ് ചികിത്സയാണ്. മറ്റേത് ചികിത്സയെക്കാളും എക്സലൻ്റ് ചികിത്സയാണ്. ഉത്കൃഷ്ടമായത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എക്സലന്റ് ട്രീറ്റ്മെന്റ് എന്നുള്ള വാക്കാണ് അതിൽ ചേർത്തേക്കണം. ഞാൻ കുറച്ചുപേരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഏക്കാര് ആ ബുക്ക്. എക്സലന്റ് എന്നുള്ള വാക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പിന്തുടർന്ന് പറയുന്നുണ്ട് ഈ ഫുള്ളി യൂസ്ഡ് എന്ന് ഒരു അതിൻ്റെ പുറകിൽ പിന്നെ അതിനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ, ഫുള്ളി യൂസ്ഡ്. ശരിക്കും അത് ഉപയോഗിക്കണം, അല്ലാതെ വല്ലപ്പോഴൊക്കെ അത് ഉപയോഗിച്ച് കൊണ്ട് മുമ്പോട്ട് പോയാലും ശരിയാവില്ല. ഈ ഫുള്ളി യൂസ്ഡ് എന്ന് പറഞ്ഞതിന് അതിൻ്റെ വിശദീകരണവും കൊടുത്തിട്ടുള്ളത്. ഫുള്ളി യൂസ്ഡ് എന്താണ്? ഒരു മദ്യാസക്തൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആള് അത് നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം കളയാൻ പാടില്ല. ഇങ്ങനെ ചില ആൾക്കാർ 10 വർഷം 15 വർഷം ആലോചിച്ചു. ആദ്യം ആലോചനയ്ക്ക് മുമ്പുള്ളൊരു സമയമുണ്ടായി, അത് കൂടുതൽ സമയമുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ആലോചന ഉറപ്പിച്ച് ആക്ഷൻ, പ്രവൃത്തി തുടങ്ങണം, നിർത്തണം, അങ്ങനെ ആലോചിച്ച് നടന്നൊരു സമയമുണ്ടായിരുന്നു. പ്രവർത്തനം തുടങ്ങാൻ വൈകിയതിൻ്റെ സമയമുണ്ടായിരുന്നു. പ്രവർത്തനം തുടങ്ങിയിട്ട് പരാജയപ്പെട്ട സമയമുണ്ടായിരുന്നു. അപ്പോൾ ഒരു മദ്യാസക്തന് രക്ഷപ്പെടാനുള്ള സമയം എത്രയോ പോയി. വയസ്സ് മുമ്പോട്ട് പോകുന്തോറും ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വന്ന ഭാഗ്യവാന്മാർ ഏറ്റവും ചെറുപ്പത്തിൽ ഇതിൽ വന്നിട്ടുള്ള ഒരു മഹാഭാഗ്യവാന്മാരാണ്. ഭയങ്കര ഭാഗ്യവാന്മാരാണ് അവർ, ഈ തിരിച്ചറിവ് കിട്ടിയവർ. അതാണ് അവർ പറഞ്ഞത് ഈ ഫുള്ളി യൂസ്ഡ് എന്ന് പറഞ്ഞു. ശരിക്കും ഉപയോഗിച്ചവർ അവർ ഭാഗ്യവാന്മാരാണ്. എക്സലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ മുഴുവനായിട്ട് ഉപയോഗിക്കാത്തവരെങ്ങനെയുള്ളവരാ? എനിക്ക് സമയമില്ല, എനിക്ക് വല്ലപ്പോഴൊക്കെ വരാൻ പറ്റുള്ളൂ, എനിക്ക് ഭയങ്കര ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരാളുടെ ഈ തലച്ചോറിൻ്റെ ആ മുൻഗണന അതിൻ്റെ ഉള്ളിലാണ്. അതാണ് അസറ്റ്, ഏറ്റവും വലിയ അസറ്റ്. അതിൻ്റെ അറിവും ആണ് ജീവിതവും ജീവിക്കാനുള്ള സംഭവങ്ങളും. അതില്ലാതെ പോയി കഴിഞ്ഞാൽ പോയില്ലേ. അതുകൊണ്ടാണ് അവർ പറയണത് ഈ ഫുള്ളി യൂസ്ഡ് ശരിക്കും ഉപയോഗിക്കണം. ശരിക്കും ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്നത്, പഴമക്കാർ പറയുന്ന പോലെ 90 മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം തുടർച്ചയായിട്ട്. 90 മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യൂ എന്ന് പറയും. എന്താണ് അതിൻ്റെ ഗുണം? 90 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഈ 2 ഡോക്ടർമാർക്കും അറിയാം. എന്താണ്? 90 ദിവസം മദ്യം നിർത്തി വെച്ചാൽ തലച്ചോറിൻ്റെ ഘടനയിലുള്ള തകരാറ് നല്ലൊരു ശതമാനം മാറിക്കിട്ടും. അതിൻ്റെ ഘടനയിൽ ഭയങ്കര കുഴപ്പമുള്ളത് കൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റാത്തത്. അപ്പോൾ അയാൾ ഒരു ചികിത്സ എടുക്കുകയോ അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് 90 ദിവസം വിട്ട് നിന്നാൽ തലച്ചോറ് അയാൾക്ക് അതിൻ്റെ ഘടന അങ്ങനെ ശരിയായിട്ട് കിട്ടും. പിന്നെ ഉള്ളത് അതിൻ്റെ പ്രവർത്തനം. അതിൻ്റെ പ്രവർത്തനത്തിൽ 2 കാര്യങ്ങൾ ഞാൻ ഊന്നിപ്പറഞ്ഞു. 1 അറിവുണ്ടാക്കുക, ബുദ്ധി ഉണ്ടാക്കുക. 2 സ്വഭാവത്തെ മാറ്റിമറിക്കുക. ആ സ്വഭാവത്തെ അയാൾ സ്വീകരിക്കുക.
അതിൽ കൂടി മുമ്പോട്ട് പോവുക. അപ്പോൾ ഈ സ്വഭാവത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, നിഷേധം അവസാനിപ്പിക്കുക. നിഷേധം തന്നെ വലിയ സംഭവമായിട്ട് കണക്കാക്കി ഉള്ള ഈ പെരുമാറ്റം, നിഷേധം, നിസാരമാക്കൽ, യുക്തി നഷ്ടപ്പെടുത്തൽ, അതൊക്കെ അവസാനിപ്പിക്കുക. അയാളൊരു മനുഷ്യത്വമുള്ള ഒരാളായി മാറുക. ഇങ്ങനെ മുന്നോട്ട് പോകാനവരാണ് സ്വഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട്. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്താൻ അയാൾ തയ്യാറില്ലെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ. അങ്ങനെ അയാൾ അതിന് തയ്യാറില്ലെങ്കിൽ അയാളോട് കോപിച്ചിട്ടൊന്നും കാര്യമില്ല. അയാളോട് ശാന്തമായിട്ടും സമാധാനത്തോടും പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ജീവിതവും അതിനൊരു സാധ്യത ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളിൽ കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫേറ്റലായിട്ടുള്ള, ഒരു മാരകമായിട്ടുള്ള മരണം ഏത് നിമിഷവും വന്നു ചേരാൻ പറ്റുന്ന രോഗത്തിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കും. എങ്ങനെ? നിങ്ങൾ ഫുള്ളായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾ ജീവിച്ചിരിക്കും. ഇത്രയൊക്കെ. ഇതിൽ കൂടുതൽ എന്താണ് ഇതിൽ കൂടുതൽ വലിയൊരു അവാർഡ് എന്താണ് ഈ പ്രോഗ്രാമിന് കിട്ടാനുള്ളത്? അറിവാണ്, ഏറ്റവും വലിയ അറിവാണത്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ വന്ന പുതുമക്കാർ ഇതിനെ സ്വീകരിക്കുക, അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുക. കുറേ ആൾക്കാരൊക്കെ ഞാൻ ചികിത്സിച്ചപ്പോൾ ഞാനൊരു അഹന്തയിൽ പറയുമല്ല, അവർക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ ഉപദേശിച്ചത്. അപ്പോൾ തുടക്കക്കാരെന്നുള്ള നിലയിൽ അവർക്ക് മരുന്ന് കൊണ്ടുള്ള ചികിത്സ ചിലപ്പോൾ ആവശ്യമാണ്, ഫാർമക്കോ തെറാപ്പി. അവരുടെ വീട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ചികിത്സിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അവർക്ക് സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആ സപ്പോർട്ടോടു കൂടി അവർ 90 ദിവസം വിട്ട് നിന്നപ്പോൾ അവർക്ക് ഭയങ്കര മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് അവരുടെ ജീവിതത്തിൽ സെപ്പറേഷൻ, ഒരു വേർപെട്ട് പോവുക, അത് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വന്ന് ഒരു കുടുംബം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം തന്നെ രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധം എന്നാണ് പറയണവർ. വലിയ സൗഹൃദം, വലിയ സേവനം, വലിയ തിരിച്ചറിവ്, അത് വലിയ സംഗതിയാണ്. അപ്പോൾ ആ വേർപെട്ട് പോകൽ അവസാനിച്ചു. ഇപ്പോൾ ഡൈവേഴ്സ്, അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ, കൊലപാതകങ്ങൾ, അതിൽ നിന്നൊക്കെ ജയിലിൽ പോകൽ, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ, ഹൃദ്രോഗം, അതുപോലെ മറ്റ് ഇതിൻ്റെ കൂടെ വന്നു ചേരാൻ പറ്റിയ രോഗങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ തിരിച്ചറിവ് കിട്ടി ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റി. അവയവങ്ങളെ, ശരീരത്തെയൊക്കെ ആരോഗ്യത്തോടുകൂടി, ചിട്ടയോടുകൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കുറ്റക്കാരൻ ഞാൻ വളരെ എടുത്തു പറയാനുള്ളത്, ലൈംഗികമായിട്ടുള്ള സെക്ഷൽ. എന്താണ് പ്രശ്നം? എന്താ അത് മൈക്ക് ഓണായി സാറേ, ഒരാളുടെ മൈക്ക് ഓൺ. ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട. പല ആൾക്കാരുടെയും ജീവിതം സെപ്പറേഷനിലേക്ക് പോകാൻ കാരണം സെക്ച്വൽ ഡിസ്ഫങ്ഷൻ, ലൈംഗികമായിട്ടുള്ള പരാജയം. ലഹരി വസ്തുക്കൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഈ സെപ്പറേഷൻ, അതിൻ്റെ ഒരു അടിത്തറ എന്താണെന്ന് വെച്ചാൽ ലൈംഗിക പരാജയങ്ങളാണ്. അത് ഭയങ്കര പരാജയം തന്നെയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ വളരെ അത് കൂടുതലാണ്. സെക്ച്വൽ ഡിസ്ഫങ്ഷൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെക്ച്വൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക പരാജയങ്ങൾ അടക്കുന്ന രോഗം മദ്യാസക്തി രോഗമാണ്, അല്ലെങ്കിൽ മറ്റ് ലഹരി രോഗങ്ങളാണ്. കാരണം അത് തലച്ചോറിൻ്റെ രോഗമായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു മനുഷ്യത്വം തിരിച്ചു കിട്ടാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു പ്രോഗ്രാം വേറെ ഇല്ല.
എത്രയോ ആൾക്കാർ വേറെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും. അവിടെയൊക്കെ കുറച്ച് അറിവ് കിട്ടുമായിരിക്കും, പക്ഷെ മനുഷ്യത്വം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എല്ലാ ദിവസവും മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് പ്രോഗ്രാമിലുള്ളത്. ഈ മദ്യാസക്ത രോഗികൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അറിയോ? അതൊരു മിഥ്യാബോധമുണ്ട്. എൻ്റെ വിവാഹം ഒരു പെർഫെക്റ്റ് മാരേജ് അല്ലായിരുന്നു, ഭാര്യ ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു, എൻ്റെ കുടുംബം പുറകോട്ട് പോയി, അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ നോക്കി, എല്ലാവരും കൂടി എന്നെ നിയന്ത്രിക്കാൻ നോക്കി, ട്രൈങ് ടു കൺട്രോൾ മൈ ഡ്രിങ്കിങ് ആൻഡ് മീ. അപ്പോൾ ഇതൊക്കെ നേരെ തിരിച്ച് തലതിരിഞ്ഞ് വരണം. ഇതൊരു മിഥ്യയായിട്ടുള്ള സംഗതിയല്ലെന്നും പെർഫെക്ഷനിലേക്ക് പോകണമെങ്കിൽ ഒരാൾ ചില സാക്രിഫൈസ്, ചില തരത്തിലുള്ള ത്യാഗം ചെയ്യണമെന്നും അവർ മനസ്സിലാക്കി. എല്ലാം റീഓർഗനൈസ് ചെയ്ത് ശരിയാക്കി എടുക്കണം. അത് കുറേ സമയം പിടിക്കും. പ്രശ്നങ്ങളെ പരിഹരിക്കണം. അപ്പോൾ ഒരു കുടുംബം തകരാതിരിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ റീഓർഗനൈസേഷൻ ഒക്കെ നടക്കും. ഇതെല്ലാം സമയം പോകും. അതുകൊണ്ടാണ് പലപ്പോഴും സാധിക്കാത്തത്. റിക്കവറി ആൻഡ് റീഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. റിക്കവറി. അപ്പോൾ സോബറായിട്ട് മാത്രം കാര്യമില്ല. സോബറായി ഇങ്ങനെ പോയിട്ട് റിക്കവറി ഉണ്ടാവണം. റിക്കവറി ശരീരത്തിൽ കൂടി ഉണ്ടാകുന്നത്. ശരീരം അത് മുക്തമാകണം, അതിൽ നിന്ന് മനസ്സ് അതിൽ നിന്ന് മുക്തമാകണം, മറക്കാൻ പറ്റണം. അങ്ങനെ ആണ് റിക്കവറി വരുന്നത്. നമ്മൾ സത്യസന്ധതയിലേക്ക്, നമ്മളോടുള്ള സത്യസന്ധതയിൽ എത്തിച്ചേരണം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ബുദ്ധിശക്തിയിലേക്ക് തിരിച്ചു വരണം. ആ ഒരു കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റണം. ഉപദ്രവിച്ചിട്ടുള്ള ഒരു കുടുംബമാണത്. അവരെ സ്നേഹിക്കാൻ സാധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് റിക്കവറിയിലേക്ക് വരുന്നത്. വെറും സോബറിറ്റി മാത്രമല്ല. അങ്ങനെ റീഓർഗനൈസേഷൻ നടക്കണം. എല്ലാവരോടും, കുട്ടികൾ, കുടുംബം, ജോലിസ്ഥലത്ത്, സുഹൃത്തുക്കളോട്, അവരെയൊക്കെ എയുടെ ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. വാട്ട് ഈസ് എ, എന്താണ് എ എന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതിലെഴുതിയിട്ടുണ്ട് ഇങ്ങനെ: ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളത് ഞങ്ങളെ തന്നെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത ദ്രോഹം ഞങ്ങളോട് തന്നെയും മനുഷ്യരാശിയോടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് അത്ര വലിയ തിരിച്ചറിവ് എവിടുന്നാണ് കിട്ടുന്നത്? അതെല്ലാം ഈ പ്രോഗ്രാമിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിന് ഒരു വില കൽപ്പിക്കുക, സ്വയം രക്ഷപ്പെടുത്തുക, കൂടെ ജീവിക്കുന്നവരെ രക്ഷപ്പെടുത്തുക. അങ്ങനെ എത്രയും പെട്ടെന്ന് ബിഗിനിങ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും നേരത്തെ, ഏറ്റവും നല്ല ബന്ധങ്ങൾ, ഏറ്റവും ഒരു വലിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയൽ. അപ്പോൾ ഇത് കൂടാതെ ഈ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി ഔട്ട് പേഷ്യൻ്റ്, ഇൻ പേഷ്യൻ്റ് ഒക്കെ പല ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി ഓൺലൈൻ. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാം മനോഹരമായ ഒരു ചികിത്സാ രീതി തന്നെയാണ്. അപ്പോൾ ഈ ഓൺലൈൻ ട്രീറ്റ്മെൻറ്റിൽ ചില ആൾക്കാർക്ക് പ്രോഗ്രാമിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഈ സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ അവനവനോട് സത്യസന്ധത ഉണ്ടെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ ഇഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു മേന്മയുള്ളൊരു ജീവിതം അത് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. നമുക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ആർക്കെങ്കിലും
ഡോക്ടറോട്